ഹലോ ഓൾ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്നറിയോ? നമ്മുടെ ഈ പറഞ്ഞു വന്ന ഇലക്ട്രിക്കൽ S1 S2 ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഗ്രൂപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് സി ആണെങ്കിൽ ഇന്ന് എയും ബിയും ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ പേര് നമ്മൾ പറയുന്നത് GYST 104 ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 2024 സ്കീം. നമ്മൾ സിലബസ് ആണ് ചർച്ച ചെയ്യുന്നത്. അതിൽ മൊഡ്യൂൾ 1 ചർച്ച പോവുകയാണെങ്കിൽ എലമെൻ്ററി കൺസെപ്റ്റ് ഓഫ് DC ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്. അവിടെ നമ്മൾ പറയുമ്പോൾ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഡിവിഷൻ റൂളുണ്ട്. ഇതിൽ ആദ്യം പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഇലക്ട്രിക്കൽ ബ്രാഞ്ചുകാർക്കും ഗ്രൂപ്പ് ബി ആണത്. ഈ പറഞ്ഞു വന്ന കമ്പ്യൂട്ടർ ബ്രാഞ്ചുകാർക്കും ഗ്രൂപ്പ് എയുമാണ്. അപ്പോൾ ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിക്കുമുള്ള ക്ലാസ്സസ് ആണ് അല്ലെങ്കിൽ സിലബസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പം മൊഡ്യൂൾ 1 നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലാസ്റ്റ് 2019 സ്കീമുമായിട്ട് വളരെ സ്മോൾ ഡിഫറൻസേ ഉള്ളൂ അവരുടെ സ്കീമുമായിട്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കമ്പയർ ചെയ്തിരുന്നു ഗ്രൂപ്പ് സിയുടെ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ സിവിൽ ബ്രാഞ്ചൊക്കെ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പുകളിൽ നമുക്ക് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചു ഈ പറഞ്ഞ ഈ മാഗ്നറ്റിക് സർക്യൂട്ടും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു 2019 സ്കീമിനെ ബേസ് ചെയ്താൽ. എന്നാൽ ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതിൽ ഈ പറഞ്ഞ മാഗ്നറ്റിക് സർക്യൂട്ടും കാര്യങ്ങളും എല്ലാം തന്നെ വീണ്ടും ആഡായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വീണ്ടും സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഗ്രൂപ്പ് ബിക്കാർക്കും കമ്പ്യൂട്ടർ സയൻസ് ഗ്രൂപ്പ് എക്കാർക്കും. അതാണ് ഇന്ന് നമ്മുടെ ചർച്ചയിൽ. അവരുടെ നമ്മുടെ മൊഡ്യൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കറണ്ട് വോൾട്ടേജ് ഡിവിഷൻ റൂള്, പൊട്ടൻഷ്യൽ കപ്പാസിറ്റർ ഇൻഡക്ടർ, VA റിലേഷൻഷിപ്പ്, എനർജി സ്റ്റോർഡ്, ഓംസ് ലോ, ക്രിഷോഫ്സ് ലോ, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ, റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ഉള്ളി, ന്യൂമറിക്കൽ പ്രോബ്ലംസ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറയല്ലോ ഈ സിലബസ് ഓൾമോസ്റ്റ് ഇത്രയും പാർട്ടൊക്കെ എല്ലാവർക്കും പഠിക്കേണ്ടത് തന്നെയാണ്. എ ആയാലും ബി ആയാലും സി ആയാലും. ഇതേപോലെ തന്നെ DC ഇലക്ട്രിക്കൽ മെഷ് കറണ്ട് മെത്തേഡ് മെട്രിക് സൊല്യൂഷനാണ് ഇവിടെ സംസാരിക്കുന്നത്. അതേപോലെ തന്നെ നോഡൽ വോൾട്ടേജ് മെത്തേഡ് മെട്രിക്സ് റെപ്രസെൻറ്റേഷന്, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, അതും ഏകദേശം സെയിം തന്നെയാണ് ആസ് കമ്പയർ ടു ഗ്രൂപ്പ് സി. എന്നാൽ അടുത്ത പറയുന്നത് മാഗ്നറ്റിക് സർക്യൂട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ MMF, ഫീൽഡ് സ്ട്രെങ്ത്, റിലക്റ്റൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഇലക്ട്രിക്കൽ നെറ്റ്വർക്കുമായിട്ടുള്ള കമ്പാരിസണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ചോദിച്ചാൽ ഇതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് ആവശ്യമില്ല. പക്ഷേ നമുക്കൊരു ബേസിക് കൺസെപ്റ്റ് മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചുണ്ടാകണം. പാരലും സീരീസ് കോമ്പോസിറ്റ് ഇലമെൻറ്റ്സ് വരുമ്പോൾ എങ്ങനെയാണ് മാഗ്നറ്റിക് സർക്യൂട്ട് വരുന്നതെന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനിയും പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഫാരഡേസ് ലോ, ലെൻസസ് ലോ, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഉണ്ട്, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഉണ്ട്. അത് നമ്മൾ ഇലക്ട്രിക്കൽ ബേസിക്കലി പഠിക്കുന്നതാണ്. നമ്മുടെ ട്രാൻസ്ഫോമറിലൊക്കെ നമ്മൾ പഠിക്കും, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇലക്ട്രോണിക്സുകാരായാലും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ട്രാൻസ്ഫോമർ യു ആർ ഓൾസോ യൂസിങ് ഇൻ യുവർ സർക്യൂട്ട്സ്. അപ്പോൾ അവിടെ നമുക്ക് ആവശ്യമുണ്ട്. ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസുകാരും അറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണിത്. അപ്പോൾ അവിടെ നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അതിനുശേഷം ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഫണ്ടമെൻ്റൽസ്. അവിടെ ജനറേഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് പറയുന്നുണ്ട്. സൈനുസോയിഡിലെ ഫ്രീക്വൻസി, പീരീഡ്, ആവറേജ് വാല്യൂ, RMS വാല്യൂ, ഫോം ഫാക്ടർ, ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഇത് ശരിക്കും ആക്ച്വലി ആർക്കും ഉണ്ട്, ഈ പറഞ്ഞ ഗ്രൂപ്പ് സിക്കാർക്കും ഉള്ളതാണ്. ഓക്കെയാണ്. ഇനി അടുത്ത AC സർക്യൂട്ട്സ്, ഫേസർ റെപ്രസെൻറ്റേഷൻ, സൈനുസോയിഡൽ ക്വാണ്ടിറ്റി, ട്രിഗ്നോമെട്രിക്, റെക്ടാങ്കുലർ, പോളാർ ആൻഡ് കോംപ്ലക്സ് ഫോം. അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളൊന്നു തന്നെ ഉള്ളൂ, നമ്മുടെ റെക്ടാങ്കുലർ പോളാർ ഫോമിൻ്റെ കൺവേർഷനെ കുറിച്ചാണ് ബേസിക്കലി പറയുന്നത്. അനാലിസിസ് ഓഫ് സിമ്പിൾ AC സർക്യൂട്ട്. ഇവിടെ നമ്മൾ പറയുമ്പോൾ റെസിസ്റ്റീവ്, ഇൻഡക്റ്റീവ്, കപ്പാസിറ്റീവ് സർക്യൂട്ട് പറയുന്നുണ്ട്, RLC സർക്യൂട്ട് പറയുന്നുണ്ട്, RL സർക്യൂട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ പോർഷൻസ് അല്ലെങ്കിൽ ഓരോ കേസസിലുമുള്ള നമ്മുടെ ലാഗ്, ലീഡ്, കപ്പാസിറ്റർ അല്ലെങ്കിൽ ലാഗ്, ലീഡ്, ഈ പറഞ്ഞു വന്ന പവർ ഫാക്ടർ, എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. റിയാക്റ്റൻസ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കൺസെപ്റ്റ്, ഇമ്പിഡൻസ്, ഈ പറയുന്ന RLC സർക്യൂട്ട്, ഇതിൻ്റെ എല്ലാം തന്നെ പവർ ഫാക്ടർ, ആക്റ്റീവ്, റിയാക്റ്റീവ്, അപ്പാരൻ്റ് പവർ എന്താണ്, അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസും. ഇതേപോലെ തന്നെ 3 ഫേസ് AC സർക്യൂട്ടും ചർച്ച ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ സർക്യൂട്ട് അല്ലെങ്കിൽ നമ്മുടെ AC ജനറേഷൻ 3 ഫേസ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ അറിയേണ്ടത് തന്നെയാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് വൈ വി ആർ ഗോയിങ് ഫോർ എ 3 ഫേസ് സർക്യൂട്ട്, അതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാർ ഡെൽറ്റ കണക്ഷൻസ്, റിലേഷൻ ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജസ്,
വോൾട്ടേജസ്, ലൈൻ ഫേസ് കറണ്ട്, ന്യൂമറിക്കൽ പ്രോബ്ലംസ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി ഈ പറഞ്ഞ 3 മൊഡ്യൂൾ പണ്ടുണ്ടായിരുന്നത് 2 മൊഡ്യൂളിലേക്ക് ചുരുങ്ങി. പക്ഷേ ഒരു തരത്തിലും നമുക്ക് സിലബസ് കുറവല്ല, സിലബസ് ജസ്റ്റ് ഒന്ന് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ ഒന്നുകൂടെ ഉണ്ട്, പ്രോബ്ലംസ് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പോർഷനിൽ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ബേസിക് ആയിട്ട് ഇലക്ട്രോണിക്സിൻ്റെ ബേസിസ് അല്ലെങ്കിൽ ബേസിക് ഇലക്ട്രിക്കലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് സിയെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരൂടെ സിലബസ് എക്സ്ട്രാ ഉണ്ട്. മാഗ്നറ്റിക് സർക്യൂട്ട്സുകൾ എക്സ്ട്രാ വന്നു. 2019 സ്കീമോട്ട് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ വളരെ ലെസ് വ്യത്യാസങ്ങളെ വന്നിട്ടുള്ളൂ. പക്ഷേ ഒന്നുണ്ട്, കുറച്ചുകൂടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എക്സ്ട്രാ വരുന്നതായിട്ടും കുറച്ചുകൂടെ നമുക്ക് വ്യക്തതയോടെ ഈ പറഞ്ഞു വന്ന ഒരു ഇൻഡസ്ട്രിയൽ ടൈപ്പാണ് നമ്മുടെ എൻ്റയർ സിലബസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഇൻഡസ്ട്രിയൽ ബേസ് ആണ് നമ്മുടെ സിലബസ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിവേ നല്ലതുപോലെ പഠിക്കുക. ടേക്ക് കെയർ. ബൈ.